വയറ്റിൽ കത്രിക കുടുങ്ങി വേദന സഹിച്ചു കഴിഞ്ഞ ഹർഷീനയുടെ ജീവിതം നമുക്കറിയാവുന്നതാണ്. ഹർഷീന നീതിക്ക് വേണ്ടി പോരാടിയ പോരാട്ടത്തിന്റെ കഥ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്തിന് സമാനമായ ഒരു ചികിത്സാ പിഴവിന്റെ വാർത്ത വരുന്നു. ജനറൽ ആശുപത്രിയിലാണ് ഗുരുതര ചികിത്സാ പിഴവ്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ എത്തിയ ശസ്ത്രക്രിയക്ക് 26-കാരുടെ നെഞ്ചിൽ 50 സെന്റിമീറ്റർ നീളമുള്ള വയർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരുപാട് വേദനകൾ സഹിച്ചു. 4 സ്റ്റെപ്പുകൾ കയറുമ്പോഴേക്കും ഹൃദയത്താളം പോലും ഇടിക്കുന്ന രീതിയിൽ, കിതപ്പുണ്ടാകുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴും ആ വയർ ആ യുവതിയുടെ 26-കാരുടെ നെഞ്ചിൽ തന്നെ കിടപ്പാണ്. ഇതിലൊരു കൃത്യമായ മറുപടി പറയാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല. അത് പുറത്തെടുക്കുന്നതിലും കാര്യമായ ഇടപെടലുണ്ടാകുന്നില്ല. സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ യുവതിക്കാണ് നിലവിൽ ഇത്തരത്തിലൊരു പിഴവിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. ആ യുവതിയുടെ പ്രതികരണത്തിൽ എനിക്കൊരു കഫക്കെട്ട് വന്നായിരുന്നു. കഫക്കെട്ട് വന്ന് ഞാനൊരു വീട്ടിനടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ എനിക്കൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞ് ആ എക്സ്റേയിലാണ് എനിക്ക് ഇതുപോലെ നെഞ്ചിലായിട്ടൊരു വയറിങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ ഞാൻ ഈ ഡോക്ടറെ എന്നെ സർജറി ചെയ്ത ഡോക്ടറിനെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് എങ്ങനെ പറ്റിയതാ, എനിക്ക് ഹാർട്ടിന് സർജറി എന്തെങ്കിലും കുഞ്ഞിലെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല, എനിക്ക് ഈ തൈറോയ്ഡ് സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞ് വേറെ ഡോക്ടർമാർ ഇത് ഓപ്പറേഷനിലെന്തോ ഇത് എങ്ങനെയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് റിമൂവ് ചെയ്തുതരാമെന്ന് പറഞ്ഞ് ഇനി ശ്രീചിത്രയിൽ പോകാൻ പറഞ്ഞു. അവിടെ അപ്പോയിൻമെൻ്റൊക്കെ ഡോക്ടർ തന്നെ എടുത്തതെന്ന് CT എടുത്തപ്പോഴത്തേക്കാണ് പറയുന്നത് ഇതെടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹാർട്ടുമായിട്ട് എൻ്റെ 2 വർഷമായത് എൻ്റെ ശരീരവുമായിട്ട് ഒട്ടിച്ചേർന്നു ഒരു കോട്ടിങ് സംഭവിച്ചു. ഇത് എടുക്കാൻ പറ്റില്ല. അഥവാ റിമൂവ് ചെയ്യണമെങ്കിൽ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും. അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളാണ്. എനിക്ക് എന്നും നടക്കാൻ പോലും, എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. എനിക്കൊരു 6 വയസ്സായ മോനേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി ഒരു ഡെലിവറിക്ക് പോലും ഇപ്പം നോക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഈ പറഞ്ഞതുപോലെ യുവതിയുടെ വാക്കുകൾ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. ഇനി അങ്ങോട്ട് ഇതിൽ മറ്റു സാധ്യതകളില്ല. ഇത് സർജറി ചെയ്ത് നീക്കണമെങ്കിൽ ഈ 2 വർഷത്തോളം ആയതുകൊണ്ട് തന്നെ ഇത് ആ പറയുന്ന ശരീരത്തോട് അങ്ങേറ്റം ചേർന്ന് നിൽക്കുന്നു. പുറത്തെടുക്കുന്നത് ത്രെറ്റനിങ് ആണ്, അത് വലിയ റിസ്ക് ആണെന്ന് അടക്കം പറയുന്നത്. ഇനി എന്താണ് ഇതിലൊരു പോംവഴിയുള്ളത്? ഇനി എന്താണ് മുന്നോട്ട് ഈ ഒരു ആരോഗ്യസ്ഥിതി മറികടക്കാൻ യുവതിക്ക് മുന്നിലുള്ളത്? നിലവിലിപ്പോൾ വിദഗ്ധമായിട്ടുള്ള ആരോഗ്യ പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നുള്ളതാണ് നമ്മൾ ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ശ്രീചിത്രയിലെ ഈ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ഇവരെ ഒന്ന് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് വിശദമായ CT സ്കാനിലാണ് അത് ആ രക്തക്കുഴലിൽ ഒട്ടിച്ചേർന്നു എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇനി അടുത്തത് എങ്ങനെ, അതായത് ഇനി അത് റിമൂവ് ചെയ്യാൻ ഒരു സർജറി നടത്തുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഹൃദയത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് അവരുടെ ആരോഗ്യത്തെ, അവരുടെ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറും. അതല്ലാതെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായും വിശദമായ ഒരു പരിശോധന നടത്തണം. പക്ഷേ ആ പരിശോധന നടത്താനുള്ള സാമ്പത്തിക അവസ്ഥ, അതായത് കേവലം ആശുപത്രിയിൽ പോയി ആ പരിശോധനയ്ക്ക് എത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ഏതെങ്കിലും സ്കാനിങ്ങോ മറ്റോ പറഞ്ഞാൽ അത് ചെയ്യാൻ പോലുമുള്ള ഒരു സാമ്പത്തികാവസ്ഥയോ ശേഷിയോ അവർക്കില്ല, സുമയ്ക്കില്ല. കാരണം 6 വയസ്സുള്ളൊരു മകനും ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഭർത്താവും മാത്രമാണ്. ഈ 2 വർഷക്കാലം സുമയുടെ ഈ ആരോഗ്യ പ്രശ്നം കാരണം, അതായത് ഇത് കുരുങ്ങിക്കിടന്നവർക്ക് ശ്വാസതടസ്സവും കഫവും അതടക്കമുള്ള പ്രശ്നങ്ങൾ അതിങ്ങനെ നടക്കുമ്പോൾ അതിനുവേണ്ടി തന്നെ വലിയൊരു തുക ചികിത്സയ്ക്കായി ചെലവഴിച്ചു. ഇനി അതിനവർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ അനാസ്ഥ ഉണ്ട് എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അനാസ്ഥയുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തി സർക്കാരാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻകൈ എടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാതെ ആരോഗ്യവകുപ്പ് തന്നെ അതിൽ മുൻകൈ എടുക്കണം. നിലവിലിപ്പോൾ DMOയുടെ പക്കലുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതി അടിയന്തരമായി പരിശോധിച്ച് അന്വേഷണം ആരംഭിക്കണം. അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ എന്താണ് ആ സർജറി സമയത്ത് സംഭവിച്ചത്, അത് ആരുടെ വീഴ്ച എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ച് പരിശോധിച്ച് അത് കണ്ടെത്തി ഇവരുടെ സുമയ്യയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളടക്കം നടത്തണം. ഏതെങ്കിലും തരത്തിൽ ആ ഡോക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ആ പരാതിയിൽ പറയുന്നു, നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല ഇപ്പോഴും, അത് കണ്ടെത്തേണ്ടത് പരിശോധനയിലും അന്വേഷണത്തിലുമാണ്. കുറച്ച് ദിവസം മുൻപാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു ഡോക്ടറെ, ഹാരിസിനെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ ആരോഗ്യവകുപ്പ് അത്തരം സമീപനങ്ങളിലേക്ക് പോകാതെ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം നടത്തണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോക്ടേഴ്സിൻ്റെ ഓത്തിൽ രോഗികളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രോഗികളോട് പെരുമാറേണ്ടതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് ഒരാൾ ഡോക്ടറായി വരുന്നത്. അപ്പോൾ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ച് അതിഗുരുതരമായിട്ടുള്ള ആരോഗ്യാവസ്ഥയിൽ കൂടി പോകുന്ന ഒരു ആ രോഗി മറ്റൊരു ആശുപത്രിയിൽ പോയി ഇന്നൊരു സംഭവിച്ചു, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ നെഞ്ചിൽ 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വയറ് കുടുങ്ങിക്കിടക്കുന്നു, അത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് എക്സ്റേ സഹിതം കൊണ്ടുപോയി ഡോക്ടറുടെ മുൻപിൽ കാണിക്കുമ്പോൾ ആ ഡോക്ടർ ആ എക്സ്റേ മേടിച്ചു വെച്ച് അത് തിരിച്ചു കൊടുക്കാതെ ആ പ്രശ്നം എങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ പുറത്തു വന്നത്, അതായത്
ഈ പരാതിക്കാരിയോ അവരുടെ ബന്ധുക്കളോ പുറം ലോകവുമായി കാര്യമായി ബന്ധപ്പെടുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ അവർക്ക് കാര്യമായി ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഡോക്ടർ കൈയൊഴിഞ്ഞൊരു സാഹചര്യത്തിൽ തൻ ആരോഗ്യത്തിന് ഇനി എന്ത് ചെയ്യും, തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ എവിടെ പോകും എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് അവർ ഈ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഡിഎംഒ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവരോട് അവസാനം സംസാരിക്കുമ്പോൾ ഇറങ്ങി മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയൊക്കെ കാണാനുള്ള ശ്രമത്തിലാണ്. ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ അവരെ കണ്ട് സംഭവിച്ചിട്ടുള്ളത് വീഴ്ചയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ തുടർ ചികിത്സയ്ക്ക് അവർക്ക് ഉറപ്പ് വരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നീതിക്കായുള്ള പോരാട്ടത്തിൽ വലിയ കാലയളവ് വരുന്ന ദുർവിധി കൂടി നമ്മുടെ സംവിധാനത്തിലുണ്ട്. എന്തായാലും സാധാരണക്കാരായ സ്ത്രീയാണ് സുമയ്യ, 26 വയസ്സുകാരിയാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ പാവം യുവതി മുന്നോട്ട് പോകുന്നത്.